IAS-ലും 20 കൊല്ലം UN-ലും ജോലി ചെയ്തു. ഒരു കാര്യം ഞാൻ പറയാം, ഈ UN-ന്റെ സിവിൽ സർവീസും ഇന്ത്യൻ സിവിൽ സർവീസും കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെയാണ് ഒരു പടി ഉയരത്തിൽ. കാരണം ഇത്തരത്തിലുള്ള ഒരു സിവിൽ സർവീസ് പരീക്ഷ ഒന്നും എഴുതിയിട്ടല്ല UN-ലേക്ക് കടക്കുന്നത്. UN-ലേക്ക് കടക്കുന്നത് ഒരു കോട്ട സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇന്ത്യക്ക് എത്ര UN-ലേക്ക് സംഭാവന ചെയ്യുന്നോ ആ സംഭാവനയുടെ തോതിലാണ് UN-ലേക്കുള്ള സിവിൽ സർവീസിലേക്ക് കടക്കുന്നത്. ഇന്ത്യയുടെ സംഭാവന ഏതാണ്ട് 0.1-2% മാത്രമേ ഉള്ളൂ. US-ന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ 21% മാത്രമാണ്. 21%. ജപ്പാൻ ഏതാണ്ട് 19%. അപ്പൊ ആ രാജ്യങ്ങളിലാണ് കൂടുതൽ പേർക്ക് ഉദ്യോഗം കിട്ടുന്നത്. അത് വെച്ചുകൊണ്ട് തന്നെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസും UN സർവീസും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ടെക്നോളജി പെട്ടെന്ന് UN സിവിൽ സർവീസ് ഉൾക്കൊള്ളുമെങ്കിലും അവരുടെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും കഴിവ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസാണ്. കാരണം 10 ലക്ഷം പേര് എഴുതി നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 30 പേർക്കാണ് ആദ്യത്തെ 40 പേർക്കാണ് കിട്ടുന്നത്. OBC-യോ മറ്റുള്ളതാണെങ്കിൽ വേണമെങ്കിൽ ആദ്യത്തെ 80 പേർക്ക് IAS കിട്ടും. അത്രയും ബുദ്ധിമുട്ട്, അതായത് എന്താ പറയുക, സത്തിന്റെ സത്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം, ഒരു മിനിറ്റ്, ഈ സത്തിന്റെ സത്ത എടുത്തിട്ട് ഞങ്ങളെയൊക്കെ രാഘവനെയും സാറിനെയൊക്കെ ഉത്തമ ഉദ്യോഗസ്ഥന്മാരാക്കുന്നത് ഈ പരീക്ഷയല്ലാട്ടോ. പരീക്ഷ ഒരു സിസ്റ്റം ഓഫ് എലിമിനേഷനാണ്. എത്ര പേരെ പുറത്തേക്ക് തള്ളാൻ സാധിക്കുമെന്നാണ് നോക്കുന്നത്. ഞങ്ങളെ ആക്കുന്നത് 2 വർഷത്തെ ട്രെയിനിങ് ആണ്. മസൂറിയിൽ പോയിട്ടുള്ള ട്രെയിനിങ്. അതിനെ പറ്റി വേണമെങ്കിൽ അരമണിക്കൂർ സംസാരിക്കുക, അതുകൊണ്ട് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നില്ല. ആ ട്രെയിനിങ്ങിലാണ് ഞങ്ങൾക്ക് ആ ആത്മശക്തിയും ആത്മാഭിമാനവും എന്ത് ബുദ്ധിമുട്ട് വന്നാലും തരണം ചെയ്യാനുള്ള ഒരു തണ്ടലൊക്കെ ഞങ്ങൾക്ക് തരുന്നത് അതാണ്. അത് വളരെ സൂചിപ്പിക്കുന്നതുകൊണ്ടോ ആ 2 വർഷത്തെ ട്രെയിനിങ് കിട്ടിയാൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാറാൻ സാധിക്കും. ഏറ്റവും ആത്മധൈര്യവും കാര്യങ്ങളൊക്കെ നേരിടാനുള്ള ഒരു ശക്തിയുള്ള ഒരു ഓഫീസറായിട്ട് ആവാൻ സാധിക്കും. നിങ്ങൾക്ക്